ഹായ്, എസ് എൽ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്, നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിയെ നമ്മളെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ജെന്യുവനായിട്ട് നമ്മൾ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ ഓഫ്കോഴ്സ് അവർ നമ്മളെ മിസ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അവരങ്ങനെ നമ്മളെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഈ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും അവർ നിങ്ങളെ മിസ് ചെയ്യുന്നതുകൊണ്ടാണോ അല്ലെങ്കിൽ മിസ് ചെയ്യുന്നുണ്ടാണോ ഈ കോളും കാര്യങ്ങളൊക്കെ വരുന്നത് എന്നുള്ളതൊക്കെ നമുക്കറിയാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ആ പോയിന്റ്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് റീസൺ ഒന്നും ഇല്ലാണ്ട് തന്നെ അവർ നിങ്ങളെ ചിലപ്പോൾ വിളിക്കുന്നുണ്ടാവും, മെസ്സേജ് അയക്കുന്നുണ്ടാവും, നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇത് നിങ്ങളെക്കുറിച്ച് അവർക്ക് ഓർമ്മ വരുന്നതുകൊണ്ടാണ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും എന്ന് അവർ ആലോചിക്കുന്നത് കൊണ്ടാണ് അവർ ചിലപ്പോൾ വിളിക്കുന്നുണ്ടാവുക. ചിലപ്പോൾ പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടാവില്ല, ചുമ്മാ അങ്ങനെ വിളിച്ചിട്ട് നീ എന്താ കാട്ടുന്നത്, കഴിച്ചോ, ഇങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അങ്ങനെയൊക്കെ ചോദിക്കുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. അവരങ്ങനെ നിങ്ങളോട് ചോദിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ ഇഷ്ടമുള്ളത് കൊണ്ടും നിങ്ങളെ മിസ് ചെയ്യുന്നത് കൊണ്ടാണോ എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ കോൾസ് മെസ്സേജൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് നോക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ പറഞ്ഞിട്ടുള്ള സ്മോൾ ഡീറ്റെയിൽസ് പോലും അവർ ഓർത്തിരിക്കും എന്നുള്ളതാണ്. അതായത് നിങ്ങൾ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും ഒരു ഇഷ്ടമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വാങ്ങിക്കണമെന്ന് ആഗ്രഹമുള്ളതോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം അവർ ആലോചിച്ച് എപ്പോഴും മനസ്സിലങ്ങനെ സൂക്ഷിക്കും. എന്നിട്ട് ചിലപ്പോൾ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് അവരത് നിങ്ങൾക്ക് വാങ്ങിത്തരും എന്നുള്ളതാണ്. ഇത് നിങ്ങൾ വിചാരിക്കും ഇത് മിസ് ചെയ്യുന്നതുമായിട്ട് കണക്ഷൻ ഉണ്ടോ എന്നുള്ളത്. ഓഫ്കോഴ്സ് ഉണ്ട്. അവർ നിങ്ങളെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും അവരുടെ മനസ്സിൽ എപ്പോഴും നിൽക്കുന്നത്. മാത്രമല്ല തരുന്ന ഇമ്പോർട്ടൻസ് കൂടി അതിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവരത് വാങ്ങിത്തരുന്നത് തന്നെ അത്രയും ജെന്യുവൻ ആയിട്ടുള്ളത് കൊണ്ടാണ്. സോ അവിടെ മിസ്സിങ് ഓഫ്കോഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ പറഞ്ഞത് എന്തെങ്കിലുമൊക്കെ അവർ ചെയ്തു തരുന്നുണ്ടെങ്കിൽ, ഓർത്ത് വെച്ച് വാങ്ങി തരുന്നുണ്ടെങ്കിൽ അതും നമുക്ക് മനസ്സിലാക്കാം അവർ നിങ്ങൾ ഒത്തിരി മിസ് ചെയ്യുന്ന പേഴ്സൺ ആണെന്നുള്ളത്. മൂന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര തിരക്കാണെങ്കിലും സമയം നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യും എന്നുള്ളതാണ്. അത് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നത് കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ കുറേ തിരക്കുള്ളൊരു പേഴ്സൺ ആയിരിക്കാം, ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ ഇതെല്ലാം ആവുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചിന്തിക്കാനുള്ള സമയം ചിലപ്പോൾ പലർക്കും കിട്ടാറില്ല. അപ്പം നമ്മൾ നമ്മുടെ ഫാമിലിയെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന പേഴ്സണെ കുറിച്ചൊന്നും ചിലപ്പോൾ ആലോചിക്കാറുണ്ടാവില്ല. അങ്ങനെ ആലോചിക്കുന്നത് എപ്പോഴാണെന്ന് അറിയോ, നമ്മൾ അത്രയും അധികം അവരെ ഇഷ്ടപ്പെടുമ്പോഴാണ്. അങ്ങനെ ഇഷ്ടപ്പെടുമ്പോൾ നമ്മളവരെ മിസ് ചെയ്യും. എത്ര തിരക്കുള്ള കാര്യമാണെങ്കിലും, എത്ര ഉത്തരവാദിത്തമുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും അവരെ മിസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ മിസ് ചെയ്യുമ്പോൾ ഒരു കോളും ഒരു മെസ്സേജും അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി സമയം അവർ സ്പെൻഡ് ചെയ്യും എന്നുള്ളതാണ്. കുറച്ച് സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരാൻ അവരുടെ കയ്യിലുണ്ടാവും. നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, അവരുടെ ഇമോഷണൽ ടോൺ കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. ഇത്രയേ ഉള്ളൂ കാര്യം. അതായത് ഇപ്പോൾ നിങ്ങൾ അവരുടെ കൂടെ ഇല്ലാത്ത സമയത്താണെങ്കിൽ, അവർ മിസ് ചെയ്യുന്ന സമയത്താണെങ്കിൽ, നിങ്ങൾ വിളിക്കുന്ന സമയത്ത് അവർ സംസാരിക്കുമ്പോൾ ആ സംസാരിക്കുന്ന ഒരു ടോൺ ഉണ്ടാവുമല്ലോ, അതിൽ ചെറിയൊരു മാറ്റം ഉണ്ടാവും. അതായത് കുറച്ചൊരു സോഫ്റ്റായിട്ട് ഭയങ്കര കെയറിങ് പോലെയാണ് അവരപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടാവുക. ഭയങ്കരമായിട്ട് നിങ്ങളെ കെയർ ചെയ്യുന്നുണ്ടായിരിക്കും. അതായത് ചിലപ്പോൾ സാധാരണ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ചുമ്മാ കഴിച്ചോ കിടന്നോ ഇങ്ങനെയൊന്നും ചോദിക്കാത്ത ഒരാളായിരിക്കും. പക്ഷേ ഈ സമയത്ത് അവർ ഭയങ്കര കെയറിങ് അവരുടെ ഭാഗത്ത് നിന്ന് കാണാൻ പറ്റും എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളില്ലാത്ത സമയത്ത് നിങ്ങളെ അവർ ഒത്തിരി മിസ് ചെയ്യുന്നത് കൊണ്ടാണ്. നിങ്ങൾ കൂടെ ഇല്ല, പക്ഷേ ആ ഒരു സമയമൊക്കെ നിങ്ങളെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കാണണമെന്നുണ്ടാവും. ഭയങ്കരമായിട്ട് നിങ്ങളെ മിസ് ചെയ്യുന്നൊരു ഫീൽ അവർക്ക് വരുമ്പോഴാണ് ഈ ഒരു ടോണൽ ഡിഫറൻസ് വരുന്നുണ്ടാവുക. ലാസ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ മീറ്റ് ചെയ്യാനായിട്ട് അവർ പ്ലാൻ ചെയ്യും എന്നുള്ളതാണ്. ഇടയ്ക്കൊക്കെ അവർ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടായിരിക്കും, നമുക്ക് ഇന്ന ദിവസം കണ്ടാലോ, നമുക്ക് ഈ ആഴ്ച ലാസ്റ്റ് ഒന്ന് മീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് ഇന്ന പ്രോഗ്രാം ഉണ്ട് ഇന്ന സ്ഥലത്ത് വെച്ചിട്ട്, അപ്പോൾ അങ്ങോട്ട് വരാൻ പറ്റുമോ, അവിടെ ഉണ്ടാവുമോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ചോദിക്കും. അതെന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കേണ്ടത്? മനസ്സിലാക്കിക്കൂടെ, കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ്. അങ്ങനെ കാണണം എന്ന് ആഗ്രഹം വരുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളെ മിസ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പം ഇങ്ങനെ നിങ്ങളെ മീറ്റ് ചെയ്യാനുള്ള ഓരോ അവസരങ്ങൾ അവരായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവിടെയും നമ്മൾ വായിച്ചെടുക്കേണ്ടത് മിസ്സിങ് ഫീൽ നല്ല രീതിയിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, അവർക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. നമ്മളെ മിസ് ചെയ്യുന്ന ഒരു പേഴ്സൺ എന്ന് പറയുമ്പോൾ അത്രയും നമ്മളുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള, നമ്മളെ എത്രയും അധികം സ്നേഹിക്കുന്ന ഒരാളായിരിക്കും. അപ്പോൾ അവരങ്ങനെ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയും നിങ്ങളെ ജെന്യുവനായിട്ട് ഇഷ്ടപ്പെടുന്നു എന്നാണ് അർത്ഥം. തിരിച്ചും സ്നേഹിക്കുക. പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം, പക്ഷെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. കാരണം നമ്മൾ അത്രയും സ്നേഹിക്കുന്ന ഒരാളെ കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമാണ് ഇന്നത്തെ കാലത്തൊക്കെ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ആ ഒരു ബന്ധമൊക്കെ ഇതേപോലെ നന്നായിട്ട് തന്നെ പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്